ഹലോ. അപ്പോൾ ഇന്നലെ നമ്മൾ ഒരു വളയുടെ റീയൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇളക്കി കളഞ്ഞിട്ടുള്ള ഒരു ഭാഗം വെച്ചിട്ട് പുതിയൊരെണ്ണം ക്രിയേറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ഇൻവിസിബിൾ ചെയിനാട്ടോ. അപ്പോൾ അതിനായിട്ട് ആ ഒരു പാർട്സ് ഇളക്കി കളഞ്ഞ ആ ഒരു പാർട്സ് 3 എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ വളയിൽ നിന്നും. അപ്പോൾ അതെടുത്തിട്ട് അതിൻ്റെ റൗണ്ടിനും ചുറ്റുമായിട്ട് നമ്മൾ ഗോൾഡൻ ചെയിൻ വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ ഒരു വൈറ്റ് സ്റ്റോൺ ബീഡ്, നീളത്തിലുള്ള ഒരു ബീഡും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കിലായിട്ട് നമ്മളൊരു ഐപ്പിനും കൂടി കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയാണ്, ഒരു 3 നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാത്തിലും സെയിം പോലെ തന്നെ റൗണ്ട് ചെയിനും അതുപോലെ തന്നെ ഐപ്പിൻസും കണക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗിയർ വയർ എടുത്തിട്ട് അതിലേക്ക് ഗിയർ ലോക്ക് ഇട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഏത് ഭാഗത്താണോ വരേണ്ടത് ആ ഭാഗത്തേക്ക് ഒരു ആൻറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇടയ്ക്ക് ഈ ഒരു ഗോൾഡൻ ബീഡ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ ലോക്ക് ഇട്ട് കൊടുത്ത് ആ ലോക്കിന് ശേഷം വീണ്ടും നമ്മൾ ആ ഒരു ആൻറ്റിക് ബീഡും കൂടി 2 ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഓരോന്നും ചെയ്തെടുക്കുന്നത്. അപ്പം ഇതുപോലെ ലോക്ക് ഇട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ഒരെണ്ണത്തിൽ 3 വരുന്ന രീതിക്ക്, മറ്റേ 3 കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 3 വരുന്ന രീതിക്ക് നമ്മുടെ ഓരോ ഭാഗത്തും ഓരോ ലോക്കിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഓരോ ഗ്യാപ്പ് ഇടവിട്ടിട്ട് 3 നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ആ ഒരു ഗോൾഡൻ ബീഡ് വരുന്നതുകൊണ്ട് ഭംഗി ഉണ്ടാവുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ചെയ്ത് വന്നപ്പോഴത്തേക്കും ആ ഒരു ഗോൾഡൻ ബീഡ് നമ്മുടെ വൈറ്റ് സ്റ്റോണിൻ്റെ ആ ഒരു ലോക്കറ്റും കൂടെ ചേരുമ്പോൾ നല്ലൊരു ആൻറ്റിക് ലുക്കും നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഫൈനലായിട്ടുള്ളൊരു ആ ഒരു ലോഗും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയല്ല കേട്ടോ, നമ്മുടെ ഇൻവിസിബിൾ ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയല്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ. അപ്പോൾ എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക്? ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? അപ്പോൾ ഓക്കെ, ബൈ.